നമസ്കാരം. നമ്മളൊക്കെ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും. ആ മതഗ്രന്ഥങ്ങളിലും അതിലെ ദൈവസങ്കല്പത്തിലും ജീവിച്ചു പോകുന്നവരായിരിക്കും. അതിൽ പൂർണ്ണമായും സത്യസന്ധത പാലിക്കാനും ഇതര മതത്തെ ബഹുമാനിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കി ജീവിക്കാനും കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരെന്ന് വിളിക്കാം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചില മനുഷ്യ മൃഗങ്ങളുണ്ട്. ഇപ്പോ നിരന്തരമായി എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. അയാൾ ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് 94 002764445 എന്ന നമ്പറിലാണ്. ആരാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സത്ര ശുദ്ധമല്ല, അദ്ദേഹം ഒരു നല്ല മനുഷ്യനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ പറയാൻ കാരണം, എന്റെ ഒരു കാഴ്ചപ്പാട്, ദൈവസങ്കല്പം, മറ്റു മനുഷ്യരോടുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ടാണ്. കാര്യം എന്നെ കുറിച്ച് എനിക്കാണല്ലോ അറിയാൻ കഴിയുക. അത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ എന്നെ ഒരു വർഗീയവാദിയാക്കി മാറ്റാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗീയത സൂക്ഷിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക തീവ്രവാദിയാണ്, മറ്റു മതസ്ഥരെ ഒക്കെ കാഫറുകളും അവരൊക്കെ നരകത്തിലേക്ക് പോകുന്നവരും ഒക്കെയാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ് എന്ന വിധത്തിൽ ചില എന്താ പറയാ കാഫറുകളായ മുസ്ലിങ്ങൾ പറഞ്ഞു വരുത്തുന്നത് പോലെയുള്ള ആ ഒരു സങ്കല്പമാണ് എന്റേതെന്നൊക്കെ കരുതി വെറുതെ പ്രകോപിപ്പിക്കുന്ന ഒരു മനുഷ്യനാണത്. അത് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തെ പോലെ പലരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ, പലസ്തീൻ, അതുപോലെ ഇന്ത്യയിലെ ഇന്ത്യൻ മുസ്ലിങ്ങള്, അതുപോലെ മ്യാൻമാർ മുസ്ലിങ്ങള്, അഫ്ഗാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ മറ്റിടങ്ങളിലെ മുസ്ലിങ്ങൾ, ഇങ്ങനെ ഓരോ മേഖലയിലെയും വാർത്തകൾക്കനുസരിച്ച് അവിടുത്തെ വിശേഷങ്ങൾ അനുസരിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ തന്നെയാണല്ലോ, ഓരോ ഏരിയയിലും വ്യത്യാസമാണ്. ഇപ്പൊ പാകിസ്ഥാനികളെ കുറിച്ച് സംസാരിക്കുന്ന പോലെയല്ല ഇന്ത്യക്കാരെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത്. കാര്യം ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ എനിക്കറിയാവുന്നത് പോലെ, എന്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടെടുത്തോളം ദേശസ്നേഹികളായ മുസ്ലിങ്ങളാണ് ഇന്ത്യയിലുള്ളത്. പല ഭാഗങ്ങളിലും പാകിസ്ഥാനോട് കൂറുള്ളവരും ഇന്ത്യ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ തീവ്രവാദികളുമുണ്ട്. അവരാണ് മറ്റു രാജ്യങ്ങളുടെ സേവനവും പണവും എല്ലാം വാങ്ങിക്കൊണ്ട് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ നടക്കുന്നത്. അവരെ നമ്മൾ ഭീകരവാദികൾ എന്ന് വിളിക്കും. അത് ഇന്ത്യൻ മുസ്ലിങ്ങളായ നമ്മൾ അടക്കം വിളിക്കും. ഇത്തരത്തിൽ വാർത്തകൾ പലപ്പോഴും ചെയ്യാറുണ്ട്. പഹൽഗാമിനെ കുറിച്ചുള്ള ചില വാർത്തകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്പോഴും പ്രൈവറ്റ് ആയിട്ട് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ പോലുള്ള ചിലർ മെസ്സേജുകൾ അയച്ചു. ഇപ്പോൾ ഈ മെസ്സേജ് കൂടുന്നതിനൊരു കാരണമുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു. എന്റെ വീടിന്റെ തൊട്ടടുത്ത ഖബർസ്ഥാൻ ചൂണ്ടിക്കാണിച്ച് ഇവിടെ ഇത്തരത്തിൽ അഹങ്കാരം കാട്ടിയിട്ടുള്ള മുഴുവൻ മുസ്ലിങ്ങളും അവിടെ ചെന്ന് കിടക്കുന്നത്, അത് വലുപ്പ് ചെറുപ്പമില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ എന്താണ് മുസ്ലിം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം എന്താണ് വിശ്വാസം, എന്താണ് ഖുറാനിൽ പറയുന്നത്, എന്താണ് അള്ളാഹ് എന്ന വിധത്തിൽ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ബൈബിളിൽ പറയുന്ന വാക്യങ്ങൾ എടുത്തുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിലെ അറബിയിലെ തർജ്ജമ എടുത്തിട്ട് അതിനകത്തുള്ള അള്ളാഹ് എന്നുള്ള പദങ്ങളും, അതേപോലെ ഗീത സൊസൈറ്റിയുടെ അറബി പരിഭാഷ എടുത്തുകൊണ്ട് അതിൽ കാണുന്ന അള്ളാഹ് എന്ന പദങ്ങളും എടുത്തുകൊണ്ട് അള്ളാഹ് എന്ന പദം സർവശക്തനായ ജഗന്നിന്ദാവായ ജഗദീശ്വരനെ സൂചിപ്പിക്കാൻ ഏറ്റവും മനോഹരമായ പദം, പരമേശ്വരനെ സൂചിപ്പിക്കാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉചിതമായ അറബിയിലെ പദം അതായതുകൊണ്ടാണ് ദൈവത്തെ സൂചിപ്പിക്കാൻ അള്ളാഹ് എന്ന് പറയുന്നത്, അല്ലാതെ മുസ്ലിങ്ങളുടെ ദൈവമായതുകൊണ്ടല്ല. അങ്ങനെ ഏതെങ്കിലും മുസ്ലിം പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന നിലയിലൊക്കെ കൃത്യമായി ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഇതിന് ശേഷം ഒരാൾ മനഃപൂർവ്വം എന്നെ എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അയാൾ കാണുന്ന ഇസ്ലാം ഏറ്റവും വലിയ ഭീകരവാദികളായിട്ടുള്ള ഈ രാജ്യത്തെയും ഈ ലോകത്തെയും നശിപ്പിക്കാൻ നടക്കുന്ന കുറെ ഭീകരന്മാരുണ്ട്. അതിൽ എല്ലാ മതക്കാരും ഉണ്ട്. പക്ഷെ അതിൽ മുസ്ലിം പേരുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാരന്മാരെ മാത്രം എടുത്തു വെച്ചുകൊണ്ട് അത്തരത്തിലുള്ളവർ നടത്തുന്ന സംവാദങ്ങളും അത്തരത്തിലുള്ളവർ നടത്തുന്ന ചർച്ചകളും നിരന്തരം എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു മലീമസമായ മനസ്സിന്റെ ഉടമയാണ് അയാളെന്ന് എനിക്ക് മനസ്സിലായി. അന്ധമായ ഇസ്ലാം വിരോധം, മുസ്ലിം വിരോധം, ഇവരെ മുഴുവൻ, ഈ മുസ്ലിങ്ങളെ മുഴുവൻ തച്ചു കൊന്ന് അല്ലെങ്കിൽ അവരെ കഴുത്ത് അരിഞ്ഞ് ചോര കുടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സമാധാനാവും എന്ന വിധത്തിൽ വിഷവിത്തായ പക്ക വർഗീയവാദിയാണ് അയാളെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അയാളെ ബ്ലോക്ക് ചെയ്തു. എനിക്ക് അങ്ങനെയൊന്നുമില്ലെന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങള് അങ്ങനെയൊന്നും എനിക്കില്ല. മനുഷ്യൻ എന്നതാണ് എന്റെ വിശ്വാസം. സർവ്വമത സത്യവാദിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ജനിച്ചത് ഒരു മുസ്ലിം വിഭാഗത്തിലായതുകൊണ്ട് ഞാൻ അതിൽ പിന്തുടരുന്നു. അതിനർത്ഥം ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മറ്റിതര വിഭാഗങ്ങളോ നരകത്തിൽ പോകുന്നതായി പറയുന്നത് എനിക്കില്ല. സ്പിരിച്വൽ ഹാപ്പിനെസ് എന്നൊരു ക്ലാസ് ഞാൻ നടത്തുന്നുണ്ട്. അതിൽ സ്പിരിച്വൽ സൈക്കോളജി എന്നുള്ളൊരു വിഷയം ഞാൻ പഠിപ്പിക്കുന്നുമുണ്ട്. എന്താണ് ദൈവമെന്നും എന്താണ് ദൈവവിശ്വാസമെന്നും എന്താണ് മനുഷ്യനെന്നും എന്താണ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമെന്നും എന്താണ് മനുഷ്യനും മതങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും എന്താണ് ദൈവമെന്നും ഒക്കെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി, 2004, 2005 കാലഘട്ടങ്ങൾ മുതൽ ക്യാമ്പുകൾ, 3 ഡേ ക്യാമ്പുകൾ പോലും ഞാൻ നടത്തി വരുന്നുണ്ട്.
അപ്പൊ അത്രത്തോളം മനുഷ്യനുമായി വിശ്വാസവുമായി അടുത്ത് ഇടപഴകി ആരോടും ദേഷ്യവും വിദ്വേഷവും ഇല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ പറഞ്ഞു കളഞ്ഞ് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ എന്താണ് ഇസ്ലാം എന്നിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് അയാൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനത് ഉൾക്കൊണ്ടേനെ. പക്ഷെ അയാൾ എനിക്ക് അയച്ചിരുന്ന വീഡിയോകൾ, അയാൾ എനിക്ക് അയച്ചിരുന്ന അല്ലെങ്കിൽ അയാളെ പോലുള്ളവർ എനിക്ക് അയച്ചിരുന്ന ലേഖനങ്ങൾ, ഇതെല്ലാം ഇസ്ലാം വിരോധം, അന്ധമായി ഇസ്ലാം വിരോധമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അയാളൊരു തീവ്രവാദിയാണ്, അയാളൊരു ഭീകരവാദിയാണ് എന്ന് പറഞ്ഞത്. കാരണം ഒരു വശം മാത്രമാണ് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഭീകരവാദികൾ, ഏതെങ്കിലും തീവ്രവാദികൾ പടച്ചുവിടുന്ന ഇവിടെയുള്ള ഏതെങ്കിലും യുക്തിവാദികളോ അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളായിട്ടുള്ള യുക്തിവാദികളോ സംസാരിക്കുന്ന ചില വാചകങ്ങൾ, വീഡിയോയുടെ കഷണങ്ങൾ, ഇതൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടിരിക്കുക. ഇതിനൊരു മാനസിക രോഗം അല്ലാതെ എന്താ പറയാ? ഇത് മാനസിക രോഗമാണ്. ഒന്നുകിൽ അയാൾ പക്കാ തീവ്രവാദിയാണ്, അയാളൊരു മോശം വ്യക്തിയാണ്, അതല്ലെങ്കിൽ അയാൾക്ക് മാനസിക രോഗമുണ്ട്. രണ്ടായാലും അത് നമുക്ക് ഉപകാരമൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തൊട്ടടുത്ത് ജീവിക്കുന്ന മനുഷ്യർ അത് ആരാണ്, ഏത് മതസ്ഥരാണ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ ജീവിക്കുന്നത് അവന്റെ മതവിശ്വാസം, അവന്റെ ആചാരം അത് പിൻപറ്റിയിട്ടാണ്. അവനൊരു മനുഷ്യനാണ്. അവനെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ? അവന്റെ സഹായം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അവനെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുമോ? അവനിലേക്ക് നമുക്ക് എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് ആവശ്യങ്ങളോ ഉണ്ടാകുമ്പോൾ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിശ്വാസം എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ രാഷ്ട്രീയം പോലെയാണ്. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 രാഷ്ട്രീയ പാർട്ടിയിലായിരിക്കും. നമുക്കറിയാം ഒരു വീട്ടിൽ തന്നെ 2 പേരുള്ളത് 2 രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായി നിൽക്കുന്നവരെ നമുക്കറിഞ്ഞൂടെ? അതിനർത്ഥം ആ 2 പേരും ഒരു അപ്പന്റെ ഒരു അമ്മയുടെ മക്കളല്ല, ഒരു വീട്ടിലല്ല താമസിക്കുന്നത് എന്നാണോ? അവർ ഒരു വീട്ടിൽ താമസിക്കുമ്പോഴും 2 രാഷ്ട്രീയ ആദർശങ്ങളെ വെച്ചു പുലർത്തിക്കൊണ്ട് അവർക്ക് ഒരുമിച്ച് ജീവിക്കാമെങ്കിൽ ഒരു വീട്ടിൽ തന്നെ 2, 3, 4 മതവിശ്വാസങ്ങൾ ആചരിച്ചുകൊണ്ട് ആ വിശ്വാസാചാരങ്ങൾ മുറുകെ പിടിക്കുമ്പോഴും അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കണം. അതിനെയാണ് മതവിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. അല്ലാതെ ഈ ചുറ്റുപാടും കാണുന്ന മുഴുവൻ ആൾക്കാരും എന്റെ മതസ്ഥരല്ലാത്തത് കൊണ്ട് അവരൊക്കെ മോശമാണ്, അവരൊക്കെ സാൻമാർഗിക മാർഗത്തിലേക്കാണ് പോകുന്നത്, അവർക്ക് തീവ്രവാദികളാണ് എന്ത് ചിന്തിക്കുന്ന ഒരു മതവിശ്വാസി അല്ല ഞാൻ. എനിക്കങ്ങനെ ആകാൻ കഴിയില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല, പറയുമില്ല. ഏതാണ്ട് 10,000-ലധികം വീഡിയോകൾ ഈ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് 2009 ഒരു കേരളപ്പിറവി ദിനത്തിലാണ് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഈ ഡിഫറെന്റ് ആംഗിൾസ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങുന്നതിന്റെ, അതായത് അങ്ങനെ പേര് മാറ്റുന്നതിന്റെ അന്ന് വരെ അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മോട്ടിവേഷൻ വീഡിയോകളിലും മറ്റു ക്ലാസ്സുകളിലും എല്ലാം ഇത്തരത്തിലുള്ള വീഡിയോകൾ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ബ്ലോഗ് മീറ്റുകൾ ഞാൻ നടത്തി, എത്രത്തോളം ക്ലാസ്സുകൾ ഞാൻ നടത്തി, ഇതിലെല്ലാം എന്റെ കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള ഞരമ്പ് രോഗികളെ അല്ലെങ്കിൽ മാനസിക രോഗികളെ ഞാൻ അവിടെ ഒന്നും കണ്ടില്ല. അവർക്ക് മനസ്സിലാക്കുമായിരുന്നു. ഇയാളെ കൊണ്ട് ശല്യമായിട്ടാണ് ഞാൻ ഇയാളെ കുറിച്ച് വീഡിയോ ചെയ്യാം എന്ന് തന്നെ കരുതിയത്. കാരണം ഇയാൾ എനിക്ക് വെച്ചിരുന്ന വീഡിയോകൾ അതിൽ സംസാരിക്കുന്നത് മിക്കവാറും മുസ്ലിം നാമധാരികളാണ്. മുസ്ലിം നാമധാരികളായിട്ടുള്ളവർ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന വീഡിയോകൾ മാത്രമാണ് തെരഞ്ഞുപിടിച്ച് എനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് മാനസിക രോഗമല്ലാതെ പിന്നെന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാമി സത്യാനന്ദ തീർത്ഥ എന്റെ ഗുരുവാണ്. എന്നെ വേദങ്ങൾ പഠിപ്പിച്ച, എന്താണ് വിശ്വാസം എന്ന് വിളിച്ച് എന്താണ് ദൈവം എന്ന് കാണിച്ചു തന്ന എന്റെ ഗുരുവാണ്. ആ ഗുരു എന്റെ ഹൃദയത്തിലുള്ളിടത്തോളം കാലം ഇന്ത്യയിലെ മറ്റൊരു മതസ്ഥരെയും, മുസ്ലിം എന്നല്ല, ഒരു മതസ്ഥരെയും വേദനിപ്പിക്കാൻ, എനിക്ക് മതപരമായി വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ ബൈബിള് പഠിപ്പിച്ച ഫാദർ ഫ്രാൻസിസ്, എനിക്ക് സാഹബു എന്ന് പേരിട്ടത് അദ്ദേഹമാണ്. ആ പേര് ഇന്നും ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും അവസാനം എന്റെ കമ്പനിക്ക് വേണ്ടി പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അമേരിക്കയിൽ നിന്ന് ഒരു ദിവസം രാവിലെ, കൃത്യം 1 വർഷം മുമ്പുള്ള കഥ ഞാൻ പറയുന്നത്, രാവിലെ 6 മണിക്ക് എന്നെ വിളിച്ചുണർത്തി എന്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ ഇട്ട് തന്ന ഫാദർ ജോർജ് എന്നൊരു വ്യക്തി, ഞാൻ അന്വേഷിച്ച് നടക്കണം. ഇപ്പോ അതിന്റെ പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തേണ്ടെന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ 6 മാസമായി അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇല്ല. ഞാൻ കാണാത്തൊരു വ്യക്തി. അവരൊക്കെയാണ് എന്റെ ഹൃദയത്തിലുള്ളത്. അതായത് നമ്മൾ എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ അല്ല നമ്മളെ ആരെങ്കിലും സഹായിക്കുന്നത്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മനസ്സിലും മനുഷ്യത്വം വേണം. അവനവന്റെ മതത്തിലും അവനവന്റെ വിശ്വാസത്തിലും ആചാരത്തിലും ആചരിച്ച് നടക്കുമ്പോഴും മറ്റുള്ളവരും മനുഷ്യരാണെന്നും അവർ മറ്റു വ്യക്തികളാണെന്നും ആ വ്യക്തികൾക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടാവുമെന്നും ഒക്കെ നമ്മളും അറിയണം. അതറിഞ്ഞുകൊണ്ട് അവരെയും കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത് എന്നറിയാത്ത ഇതേപോലുള്ള മരമൂരാച്ചികൾ ലോകത്തിന് ആപത്താണ്. Different angles. Don't forget to subscribe and support this channel.